ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചുള്ളതാണ്. പുരുഷന്മാർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. എന്നാലും ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ക്ലിനിക്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാര്യങ്ങൾ, ആ പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. അത് ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനകത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് തൈറോയിഡിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് ചില സ്ത്രീജന്യ രോഗങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് വന്നത്. അപ്പോൾ സംസാരിച്ചപ്പോഴത്തേക്കും ലൈഫ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ ഒരു മാരേജ് എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു, എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഈ ബന്ധം തുടരാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷമങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്കതിനകത്ത് ബുദ്ധിമുട്ടായി പോയത് എന്തെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന പയ്യൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലി, അപ്പോൾ അവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് ഇങ്ങനെ ഒരു ഡിസിഷൻ എന്ത് പറയണം, കാരണം ഈ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് അറിയാനാണ് ഇവരിവിടെ കൊണ്ടുവന്നത്. മാനസികമായിട്ട് വേറെ എന്തെങ്കിലും അവർക്ക് പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടോ അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ ആകെ മൊത്തം അന്തം വിട്ടുപോയി. ഒരു കുട്ടിക്ക്, അതായത് നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അവർ നല്ല വിവരം ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുടെ മനസ്സ് ഇത്രയും ചൈൽഡിഷ് ആണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിനെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം എന്നറിയുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും കേട്ടോ. നമുക്ക് മക്കളുണ്ട്, അപ്പോൾ ഒരു കുടുംബത്തിൽ എങ്ങനെ ഇവരൊക്കെ എന്ത് ചെയ്യും എന്നാലോചിക്കുമ്പം, ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു കുലസ്ത്രീ ആയതുകൊണ്ട്, അങ്ങനെ പറയല്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ, ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ചും നമുക്കറിയാം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ സ്വഭാവം എങ്ങനെയാണ്, അയാൾ ജനിച്ചു വളർന്ന ചുറ്റുപാട്, അയാളുടെ പാരൻസിൻ്റെ ബിഹേവിയർ, അയാളെ വളർത്തിയ രീതി, എഡ്യൂക്കേഷൻ, ഫ്രണ്ട്സ് എങ്ങനെയാണ് അല്ലേ, അവരുടെ ജീവിതത്തിനോടുള്ള അപ്രോച്ച് എല്ലാം ഒരു വ്യക്തിയെ ഒരു വ്യത്യസ്തനാക്കുന്നതാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഒരേപോലെ ചിന്തിക്കുന്ന ഒരേ ടൈപ്പ് ആൾക്കാർ കല്യാണത്തിൽ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അവർക്കും പ്രശ്നങ്ങളില്ലാതിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഏറെക്കുറെ രണ്ട് തരത്തിലുള്ള വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമാറ്റിക്കായിട്ട്, അല്ലെങ്കിൽ ഒരു ഡ്രാമ പോലെ, സിനിമ പോലെയുള്ള ഒരു കളർഫുള്ളായിട്ടുള്ള ജീവിതം എന്നുള്ളത് നമ്മൾ സ്വപ്നം കാണുന്നത് തന്നെ ഒരു ഇനീഷ്യലി ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും അങ്ങനെ ഒരു താല്പര്യമൊക്കെ ഉണ്ടായാലും ഗോയിങ് ഓൺ എല്ലാ റിലേഷൻഷിപ്പിലും ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ, പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ആയി, അവരുടെ ഉത്തരവാദിത്തങ്ങളായി, കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യം, നമ്മളെ പാരൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണം അല്ലേ, നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ടാവും, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ മനുഷ്യ സഹജമായിട്ട് തന്നെ എല്ലാവർക്കും ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ നമുക്കൊരു വിരസത, അല്ലെങ്കിൽ ഒരു മടുപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട പോലെ ഒരു ഫീലിംഗ് അങ്ങനെയൊക്കെ തോന്നാം. അപ്പോൾ അതിലൊരു അപാകതയുമില്ല, അതെല്ലാവർക്കും ഉണ്ടാവും. കാരണം നമ്മളൊരു ഉത്തരവാദിത്വങ്ങൾ കൂടുമ്പോൾ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിപ്പോവും, മനുഷ്യ സഹജമായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിൽ പലരും വിട്ടുപോകുന്ന ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ നമ്മളെ ആ ഒരു പങ്കാളിയുമായിട്ടുള്ള കണക്ഷൻ തന്നെ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരിക, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഒരു അന്യനായിട്ടോ അല്ലെങ്കിൽ വേറൊരാളായിട്ട് മാറിയിട്ടുണ്ടാവും. അത്രത്തോളം നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ കുറഞ്ഞിട്ടുള്ള ചില ജീവിതങ്ങളൊക്കെ കാണാനുണ്ട്. അവർ ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ യാതൊരു തരത്തിലുള്ള അടുപ്പവും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് വളരെ സന്തോഷമായിട്ട് ജീവിക്കേണ്ട ഒരു ടൈമിൽ തന്നെ അപ്പോൾ ഇങ്ങനെ ഒരു പൊരുത്തക്കേട്, അല്ലെങ്കിൽ പറയുന്നത് വേറെ ഒരു റീസണും ഇല്ല, പക്ഷേ എനിക്കൊരു മടുപ്പ്, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഒരു ലീഡിങ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ഒന്നും കാണുന്നില്ല, മടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പൊതുവേ ഈ അൺഹാപ്പി കപ്പിൾ എന്നുള്ളത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പലരും ഒന്നിച്ച് ജീവിക്കുന്നെങ്കിൽ ഇവർ പരസ്പരം മനസ്സിലാക്കുന്ന പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരങ്ങനെ കുട്ടികൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പലരും ഉള്ളിൽ ഒതുക്കി വെച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ചിലർ ഉടനെ തന്നെ ബന്ധം വേണ്ടാന്ന് വെച്ച് പിരിയുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള എന്തെന്നറിയോ, ഇതിനകത്ത് നമ്മൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന കപ്പിൾസിനെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അവർ പെർഫെക്റ്റ്, അവർ ഓക്കെ, അവർ എല്ലാം ഹാപ്പിലി മാരീഡാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? അപ്പോൾ പൊതുവേ ഉള്ളൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സങ്കല്പത്തിൽ കരുതിയ ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വളരെ ഹാൻഡ്സമായിട്ട് അല്ലെങ്കിൽ വളരെ സ്വീറ്റായിട്ടൊക്കെ പെരുമാറുന്ന ഒരാൾ, അതായത് പബ്ലിക്കായിട്ട് ഒരു ഗ്രൂപ്പിനകത്ത് അങ്ങനെയുള്ള ഒരാൾ ഒരു റിലേഷൻഷിപ്പിനകത്ത്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിനകത്ത് ആ പറയുന്ന പോലെ വളരെ സൗമ്യനായിട്ട് പെരുമാറണമെന്നില്ല. ചിലപ്പോൾ വളരെ റൂഡായിരിക്കും, സെൽഫിഷായിരിക്കാം അല്ലേ, തിരിച്ചും വരാം. കാഴ്ചയ്ക്ക് നമുക്ക് വളരെ റൂഡായിട്ട് പെരുമാറുന്ന ഒരാൾ, അല്ലെങ്കിൽ വളരെ റഫായിട്ട് ആൾക്കാരുടെ അടുത്തൊക്കെ ബിഹേവ് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് വരുമ്പോൾ വളരെ കെയർ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ നമ്മൾ ഒരാളെ പ്രെഡിക്റ്റ് ചെയ്ത് ഇയാൾ ഇങ്ങനെ പെരുമാറി, ഫ്രണ്ട്സ് ആയിരുന്നപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒരു ബെറ്റർ പാർട്ട്ണർ ആവണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല.
അപ്പോൾ അത് ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിൽ അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ഒരു ലോങ് റൺ റിലേഷൻഷിപ്പിനകത്ത് വരുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു ബന്ധം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, പലരും വിട്ടുപോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇത് ബോറിംഗ് ആണോ എനിക്കറിയില്ല, എങ്കിലും ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത് പറയണം എന്നുള്ള ഒരു താല്പര്യം കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഒരു ചെടി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. നമ്മൾ ധാരാളം പൂക്കളുള്ള ഒരു ചെടി നമ്മളൊരു ചെടിച്ചട്ടിയിൽ വാങ്ങിച്ച് സെറ്റാക്കി വീട്ടിൽ വെച്ചേക്കുവാണ്. അതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മണമുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഭയങ്കര മനസ്സിന് സന്തോഷം കിട്ടും. അപ്പോൾ ഗോയിങ് ആണ് നിങ്ങൾ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ധാരാളം വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല, വളം ചെയ്ത് കൊടുക്കുന്നില്ല, മണ്ണ് മാറ്റി കൊടുക്കുന്നില്ല, യാതൊരു തരത്തിലും ഇതിനെ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടിക്ക് എന്ത് സംഭവിക്കും? അത് പിന്നെ പെട്ടെന്ന് അത് ഇങ്ങനെ പൂക്കാതെ ആവും, പിന്നെ ഇലകളൊക്കെ നശിച്ചു പോവും. ചിലപ്പോൾ ആ ചെടി തന്നെ വേരോടെ നമുക്ക് പിഴുത് മാറ്റേണ്ടതായിട്ട് വരും. കാരണം പിന്നീട് അതിൽ യാതൊരു തരത്തിലുള്ള ജീവൻ തന്നെ തുടിക്കാത്തൊരവസ്ഥ ഉണ്ടാവാം. ഇതേപോലെയാണ് റിലേഷൻഷിപ്പ്. ഇതിപ്പോൾ നിങ്ങൾ ശ്രീരാമനും സീതയുമാണ് എന്നുള്ള തരത്തിലെടുത്താലും അത് കഥകളിൽ മാത്രമേ ഇങ്ങനെ പെർഫെക്റ്റ് മാച്ചിങ് ആയിട്ട് ശ്രീരാമനും സീതയും ഒക്കെ എനിക്ക് തോന്നുന്നതാണ് അങ്ങനെയൊക്കെ ഉണ്ടായില്ല. അതൊക്കെ നമുക്കിങ്ങനെ വായിക്കാമെന്നേ ഉള്ളൂ. ശ്രീരാമനും സീതയും പോലെ ഒരു അല്ലേ, അതാണ് നമ്മൾ പെർഫെക്റ്റ് എക്സാമ്പിളായിട്ടൊക്കെ പറയുന്നത്. എന്നാൽ പോലും സീതയ്ക്ക് ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നല്ലോ. സോ അപ്പോൾ ഒരിക്കലും ഈ പെർഫെക്റ്റ് കപ്പിൾ എന്ന് പറയുന്നത് ഈ റീൽസിലൊക്കെ കാണുന്ന ഇങ്ങനെ ഭയങ്കര മേക്കപ്പൊക്കെ ചെയ്ത് എപ്പോഴും ഡാൻസ് ചെയ്യാൻ റെഡിയായിട്ട് അല്ലേ, ഇതൊക്കെ വെറുതെയാണ്. ഇതിനകത്ത് നമുക്കറിയില്ല ഇതിനകത്ത് എത്ര ഇത് ജെനുവിനാണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു ചിന്താഗതി പല കുട്ടികൾക്കും ഉണ്ട്. പെൺകുട്ടികൾക്ക് കൂടുതൽ അവർ ഈ റിയാലിറ്റിയിലല്ല ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരെ ഒരു ഡ്രീമിലാണ് ജീവിക്കുന്നത്, സങ്കല്പത്തിലാണ് അവർ ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ലൈഫിൽ ഇങ്ങനെ നടക്കണം, ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ ജീവിതത്തിൽ? ഒരാൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളോ നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരാളോ ചിലപ്പോൾ ഇതിനേക്കാളും ഹൊറിബിളായിരിക്കാം റിലേഷൻഷിപ്പിനകത്ത് വരുമ്പോൾ. അപ്പോൾ അപ്പോൾ ഒരു ചെടിയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ അപ്പോൾ പറഞ്ഞല്ലോ, ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ശ്രദ്ധയും കെയറും അത് റിലേഷൻഷിപ്പിനകത്ത് എപ്പോഴും വേണ്ടതാണ്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയ്ക്കോടും തിരിച്ച് എപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുള്ള ശ്രദ്ധ, കരുതൽ, ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളത് അത് എപ്പോഴും വേണം. എങ്കിൽ മാത്രമേ ഈ ബന്ധങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴും ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ചില പുരുഷന്മാർ പറയുന്ന കേൾക്കാം, ഞാൻ 24 മണിക്കൂറും ഓടി ജോലി ചെയ്യുന്നതൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ മക്കളും വൈഫും ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കാനും അവരെ സെറ്റിലാക്കാനും അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്കൊരു ബെറ്റർ ലൈഫ് കിട്ടാനും ഒക്കെ അല്ലേ ഞാൻ കഷ്ടപ്പെടുന്നത്. പിന്നെ എന്തിനാണ് പ്രത്യേകിച്ച് ഈ സ്നേഹപ്രകടനത്തിൻ്റെ ആവശ്യം എന്താണ്? അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാറുണ്ട്. സത്യമാണ്. നമ്മൾ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പരസ്പരം സ്നേഹവും അഫെക്ഷനും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിങ്ങനെ മനസ്സിൽ തന്നെ വെച്ചിട്ട് നമ്മൾ നെട്ടോട്ട് ഓടുമ്പോൾ പലപ്പോഴും അത് പ്രകടിപ്പിച്ചാൽ മാത്രമേ അത് സ്നേഹമാവുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. പലരും അങ്ങനെയുള്ള കാര്യങ്ങളൊരു ഇൻട്രസ്റ്റ് കാണിക്കാറേ ഇല്ല. അവർ മീൻസ് ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞ പോലെ, ഓക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതി അങ്ങനെ തുടർന്ന് പോയാൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ലാക്ക് ഓഫ് ഒരു നമുക്ക് എന്താണ് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു ഇൻറ്റിമസി നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത് സത്യവസന്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന പല ആൾക്കാരെയും കണ്ടാൽ മനസ്സിലാവും, പല പൊരുത്തക്കേടുകൾക്കിടയിലും അന്യോന്യം അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ എൻകറേജ് ചെയ്യാനും അവരെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചിലപ്പം വിചാരിക്കും ചില ആൾക്കാർ വളരെ ഹാപ്പി ആവുന്ന അവർ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയത് കൊണ്ടാണ്, അവർക്ക് ഒരു കുഴപ്പവും ഇല്ല നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ പുറത്ത് കാണുന്ന അവരുടെ പോസിറ്റീവ് സൈഡ് മാത്രമാണ്. അവർക്ക് എല്ലാ മനുഷ്യർക്കും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും. നമ്മൾ എന്തൊക്കെയാണ് പോസിറ്റീവായിട്ട് കൂടുതലുള്ളൊരു മനുഷ്യന് അത്രത്തോളം നെഗറ്റീവായിട്ടുള്ള പല പ്രശ്നങ്ങളും കാണാം അല്ലേ. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ട് ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ കാഴ്ചയ്ക്ക് അവരൊക്കെ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇങ്ങനെ പൊരുത്തക്കേടുകളും ഇങ്ങനെയുള്ള എന്താണ് ചില ഈ പൊരുത്തക്കേടുകൾക്കിടയിലും നമ്മൾ ഈ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തു പോകുമ്പോൾ മാത്രമേ ഇങ്ങനെ സുന്ദരമായിട്ട് ആ ബന്ധം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ ചെടികളുടെ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ ശ്രദ്ധ കൊടുക്കും തോറും അതിൽ പൂക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ ദാമ്പത്യ ജീവിതം. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരുപാട് കടമുണ്ടാക്കി ആർഭാടം കാണിച്ച് അവരെ സർപ്രൈസ് ചെയ്യിക്കുക, അല്ലെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത് അവരെ എക്സൈറ്റ് ചെയ്യിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. സത്യത്തിൽ അങ്ങനെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് പോസിബിലിറ്റി ഉള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ചില ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ വൈഫിൻ്റെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളെയോ ഒക്കെ വിളിച്ച് സംസാരിക്കാം, അവരുമായിട്ടൊരു നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ തിരിച്ചും ഹസ്ബൻഡിൻ്റെ ആൾക്കാർ അവരെങ്ങനെയുള്ളവരായിക്കോട്ടെ, ചിലപ്പോൾ ചില ആൾക്കാർ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല, അവരുടെ രീതിയൊക്കെ ഒരുപാട് വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ അവരെ കൂടുതൽ അടുപ്പിച്ചാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ ബാധിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് കേസുകളുണ്ട്, ഒന്നും ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും
ഒരു എല്ലാ കാര്യത്തിലും എപ്പോഴും ബെറ്ററായിട്ട് എപ്പോഴും പെർഫെക്റ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാവരും പെരുമാറണമെന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ അവരുടെ റിലേറ്റീവ്സും അവരുടെ പാരൻസും ഒക്കെ നമുക്ക് നമ്മളെ ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള പോലെ തന്നെയാണല്ലോ അവർക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ബന്ധങ്ങളിൽ നല്ലൊരു വിശ്വാസം കൊണ്ടുവരാനും, അല്ലെങ്കിൽ നമുക്കൊരു കൂട്ടായിട്ട് എപ്പോഴും ഈ പാർട്ട്ണർ, ഭാര്യയോ ഭർത്താവോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്നൊരു തോന്നലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വിളിച്ച് സംസാരിക്കാം. പിന്നെ ഒരു ചെറിയ കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വൈഫ് വളരെ ചിട്ടയുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ ആണെങ്കിൽ ഹസ്ബൻഡ് അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന് വെക്കുക, അതൊക്കെ നേച്ചറാണ്. ചില ആൾക്കാർ വൃത്തിയായിട്ട് ഒക്കെ, അത് ഒരു ശീലമല്ല, അത് നാച്ചുറലി ഉള്ള കാര്യങ്ങളാണ്. ഈ വൃത്തിയായിട്ട് അടുക്കും ചിട്ടയായിട്ട് വെക്കുക, ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുക എന്നൊക്കെയുള്ള ചില ആൾക്കാരുടെ ഒരു നേച്ചറാണ്. ചില ആൾക്കാർ വളരെ അലക്ഷ്യമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. പക്ഷേ ഈ വൃത്തി കൂടുതലുള്ളവർ എപ്പോഴും പോസിറ്റീവ് ആണെന്നല്ല, വൃത്തി കൂടുതലുള്ളവർ പൊതുവേ ബുദ്ധി കുറവായിരിക്കും. അത് തമാശയ്ക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എവിടെ വേണം അസസ് ചെയ്ത് നോക്കുക. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ശ്രദ്ധ, ഒരു കാര്യം കടന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. പക്ഷേ ഈ അലസരായിട്ട് നമുക്ക് തോന്നുന്നത്, പ്രകടമായിട്ട് അടുക്കും ചിട്ട ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്, അങ്ങനെയുണ്ട്. അപ്പോൾ പോസിറ്റീവ് പറഞ്ഞ പോലെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളുള്ള ശ്രദ്ധ എന്ന് വെച്ചാൽ, ഇപ്പോൾ അങ്ങനെ വൈഫ് നല്ല അടുക്കും ചിട്ടയുള്ള ആളാണെങ്കിൽ ഹസ്ബൻഡ് സമയമുള്ളപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൂം ഓർഗനൈസ് ചെയ്തിടുകയോ തുണികൾ മടക്കി വെക്കുകയോ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബെഡൊക്കെ അറേഞ്ച് ചെയ്തിടുകയോ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുകയോ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഓക്കെ, നമുക്ക് ഇത്രയും ഒരു സമയം കണ്ടെത്തി എന്നുള്ളത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ചില ഭർത്താക്കന്മാരുണ്ട്, അവർക്ക് ഫുഡൊക്കെ ഇന്ന രീതിയിൽ അതിൻ്റെ ഇത്ര പ്രപ്പോർഷൻ, അല്ലെങ്കിൽ ചായ ആണെങ്കിൽ ഇത്ര കടുപ്പം, ഇത്ര ചൂട് വേണം, അല്ലെങ്കിൽ അതിൽ ഇഞ്ചിയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ടേസ്റ്റിനനുസരിച്ച് എന്നും സമയമില്ലെങ്കിലും വല്ലപ്പോഴും നമുക്ക് അതിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കൺസേണാണ് ഈ പറയുന്നത്. അതുപോലെ ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, ചില ആൾക്കാർക്ക് ഈ പെർഫ്യൂംസൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഗാർഡനിങ്ങൊക്കെ ഇഷ്ടമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഹസ്ബൻഡ് ഇപ്പോൾ നമുക്ക് ചെടിച്ചട്ടികളൊക്കെ മണ്ണ് നിറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുമോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗാർഡനൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ കൂട്ടിന് നമുക്ക് നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഹെൽപ്പായിരിക്കും. പലർക്കും പലപ്പോഴും അടുക്കള പണിയുടെ ഇടയിൽ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സപ്പോർട്ടുണ്ട്, മെൻ്റൽ സപ്പോർട്ട് തന്നെ നമുക്ക് കിട്ടുന്ന, മോറൽ സപ്പോർട്ട് തന്നെ വളരെയധികം ഒരു ആശ്വാസമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങളുള്ള ശ്രദ്ധ കരുതലും, അതാണ് ഒരു ബന്ധത്തിൽ എപ്പോഴും അതിൻ്റെ ഒരു ഊഷ്മളത നിലനിർത്തുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും, എങ്കിലും അത് വേണം. നമ്മൾ ഓവർ ടൈം നമ്മൾ ഇങ്ങനെയാണ്, നമുക്ക് പരസ്പരം അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യങ്ങളിലും ഇങ്ങനെ ഒരു ശ്രദ്ധയും കരുതലും ഇല്ലാതെ വരുമ്പോഴാണ് ആ ഒരു ജീവിതത്തിൻ്റെ ആ രസം അങ്ങ് നഷ്ടപ്പെടുന്നത്, അതിൻ്റെ ആ ഒരു കണക്ഷൻ തന്നെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ വച്ചേക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഒരുപാട് അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാമല്ലോ നമ്മുടെ പങ്കാളിക്ക്, നമ്മുടെ പാർട്ട്ണർക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ഇഷ്ടമുണ്ട്, എന്തൊക്കെ ഇഷ്ടമില്ല എന്നൊക്കെ നമുക്ക് അറിയാമായിരിക്കും. ഇത്രയും വർഷം ഒന്നിച്ച് ജീവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കരുതൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ആദ്യകാലങ്ങളിൽ കൊടുത്ത പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ ഓക്കെ ആണോ എന്ന് അന്വേഷിക്കുക. വേറെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെ രണ്ടു പേർക്കും മനസ്സിലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നമുക്ക് നമ്മുടെ പാർട്ട്ണർ കൂടെ ഉണ്ടെന്നുള്ളത് തന്നെ നമുക്ക് വലിയൊരു ആശ്വാസം തരും. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ചില ചെടികൾ എല്ലാ വീട്ടിലും വെച്ചിട്ടുണ്ടാവും, ചില വീടുകളിൽ നല്ല പൂത്തൊലഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും, ചില വീടുകളിൽ സെയിം ചെടിയാണ് പക്ഷേ അത് കാട് പോലെ വളർത്തി പൂക്കാതെയായി, അത് കാണുമ്പോൾ തന്നെ വെട്ടിക്കളയാൻ തോന്നും, അത്ര ഇറിറ്റേഷൻ വരും. അപ്പോൾ അത് ചെടിയുടെയോ പൂക്കളുടെയോ കുറ്റം കൊണ്ടല്ല വരുന്നത്, നമ്മൾ പരിപാലിക്കുന്ന ആൾക്കാരെ അനുസരിച്ചിരിക്കും. ഇനി ചില ആൾക്കാർ ഭയങ്കര ഹൊറിബിളായിരിക്കും, അവരെ സഹിക്കാൻ പറ്റില്ല, അവർ ഭയങ്കര നമ്മളെ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മെൻ്റലി ഫിസിക്കലി. അപ്പോൾ അതൊന്നും അല്ല, ഞാൻ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. വലിയൊരു ശതമാനം നമ്മളൊരാളുടെ നെഗറ്റീവ്സ് മാത്രം ചിന്തിക്കുന്ന എല്ലാ ലൈഫിലും ഇങ്ങനെയുള്ള പൊരുത്തക്കേടുകളുണ്ടാവും. അതൊക്കെ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് കൂടുതൽ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ അതിൽ നിന്നും പുറത്തു വരാൻ പറ്റും. എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മുടെ ലൈഫിൽ മാത്രമല്ല. പലരും അങ്ങനെയാണ് കാണുന്നത്, അവർക്കൊക്കെ നല്ല ലൈഫ് കിട്ടി, നമുക്ക് അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഇത് തന്നെ ഒരുപാട് സമയമായി പോയി. താങ്ക് യു സോ മച്ച്.